മുന്നേറ്റം കാഴ്ചവെക്കുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അനിൽ ആന്റണിയെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കാനൊക്കെയുള്ള പരാജയം വലുതായി സംഭവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ പി സി ജോർജിനെ മറികടന്നാണ് അനിൽ ആന്റണി അവിടെ വന്നത് എന്നുകൂടി നമ്മളോട് ചേർത്ത് വായിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഈ പൂഞ്ഞാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ പി സിയുടെ പാർട്ടിയുടെ വോട്ട്, പി സി നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിലയിരുത്തൽ വേണ്ടിവരും. പക്ഷേ ആന്റണി അത്ഭുതകരമായി അവിടെ വിജയം നേടുന്നു എന്ന് ശ്രദ്ധേയമാണ്. കനത്ത എതിർപ്പുകൾ മറികടന്നാണ് ആന്റോ അവിടെ സ്ഥാനാർത്ഥിയായത്. മത്സരത്തിൽ ഉടനീളം ആന്റോയ്ക്കെതിരായ വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അവിടെ പ്രകടമായിരുന്നു എന്നുകൂടി ചേർത്ത് വായിക്കണം. അവിടെയാണ് ഇതൊക്കെ മറികടന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയിലൂടെ ആന്റണി അവിടെ വിജയിക്കുന്നത് എന്ന് പ്രധാനമാണ്. ദേശീയ തലത്തിൽ UPA അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ MP-മാർക്ക് ഇനി പ്രസക്തി കൂടുമെന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം അവിടെ പോയി എന്ത് ചെയ്യാനാ എന്ന ചോദ്യത്തിന് ഇനി മറുപടി ഉണ്ടാകും. സ്വാഭാവികമായും ശക്തമായ പ്രതിപക്ഷമായി അവിടെ മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ദേശീയ തലത്തിലും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് കരുത്തേകുന്ന, കേരളത്തിൽ കരുത്തേകുന്ന സുരേഷ് ഗോപിയുടെ ലീഡ് പിന്നെയും കൂടുന്നു. 38,000-ലേക്ക് സുരേഷ് ഗോപിയുടെ ലീഡ്. സുരേഷ് ഗോപിയുടെ 40,000-ലേക്ക് കടക്കുന്നു. 38,000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 40,000. രഞ്ജിത്ത്, ഇതൊരു ട്രെൻഡാണ്, ആ മണ്ഡലത്തിലെ ട്രെൻഡാണ്. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടൊരു വികാരം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്പം ലീഡെങ്കിലും കുറയേണ്ടതാണ്, അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിയായി മാറിയിരിക്കുകയാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. 40% വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇതിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി, സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സുരേഷ് ഗോപി അവിടെ ആദ്യം മുതൽ തന്നെ അവിടെ അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷം തൃശ്ശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരുപാട് എതിർപ്പുകൾക്കിടയിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയും അമിത്ഷായും സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നു. നിരവധി വാഗ്ദാനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കെ മുരളീധരന്റെ വരവ് തൃശ്ശൂരിന്റെ മത്സരക്കളം വ്യത്യസ്തമാക്കുന്നു. പത്മജ വേണുഗോപാലിന്റെ കൂറുമാറ്റം വലിയ ചർച്ചയാകുന്ന സാഹചര്യമുണ്ട്. സുനിൽകുമാർ എന്ന ജനകീയ സ്ഥാനാർത്ഥി LDF അവിടെ അവതരിപ്പിക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ, കേരളത്തിൽ താമര വിരിയിക്കുന്നത്. 40,000 താമര വിരിയുകയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമര വിരിയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 8,401 വോട്ടുകൾക്കാണ് രാജീവ് അപർണയ്ക്കൊക്കെ ആശ്വാസകരമായ ഒരു വാർത്ത. ബംഗാളിൽ CPM ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ ബംഗാളിൽ ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ ബിജോയ് ലീഡ് തിരിച്ചു പിടിച്ചു. 2 സീറ്റായി അല്ലേ? ആറ്റിങ്ങലിൽ ബിജോയ് ലീഡ് തിരിച്ചു പിടിച്ചു. $1,295 വോട്ടുകൾക്ക് ബിജോയ് LDF ആറ്റിങ്ങലിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ലീഡ് കുറഞ്ഞു. 346 വോട്ട് കുറഞ്ഞിരിക്കുന്നു. ജോയുടെ ലീഡ് വീണ്ടും കുറഞ്ഞു. 348. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം. രാജസ്ഥാനിലും CPM-ന് ലീഡ്. രാജസ്ഥാനിലും CPM-ന് ലീഡ്. കോൺഗ്രസ് തേരിലേറി രാജസ്ഥാനിലും CPM-ന് ലീഡ്. രാജസ്ഥാനിലും CPM ലീഡ്. അടിജണ്ട. ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന് സംഭവിക്കുന്ന എന്താണ്? ഇവിടെ സീറ്റ് കുറയുകയും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യം ഒരു സീറ്റ് CPM-ന് നൽകിയിരുന്നു. ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു സീറ്റ്. വീണ്ടും പുറകിൽ. ബിജോയ് വീണ്ടും പുറകിൽ. ആറ്റിങ്ങൽ മത്സരം അപ്രവചനീയമാവുകയാണ്. ടൈറ്റ് ഫൈറ്റ് ആണ് ആറ്റിങ്ങലിൽ. കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവരണം. കാരണം ആറ്റിങ്ങൽ ലീഡ് നിലകൾ മാറി മറിയുകയാണ്. എത്ര വോട്ടിനാണ് പിന്നിൽ? 1353 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വീണ്ടും ആറ്റിങ്ങൽ മുന്നിൽ. ടൈറ്റ് മത്സരമാണ് ആറ്റിങ്ങലിൽ. ശക്തമായ പോരാട്ടമാണ് ആറ്റിങ്ങലിൽ. CPM-ന്റെ പ്രസ്റ്റീജ് സീറ്റാണ് ആറ്റിങ്ങൽ.
ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ ഓരോ നിമിഷവും ഫലപ്രവചനം മാറി മാറി മറിയുകയാണ്. CPM-ന്റെ ചുവപ്പ് കോട്ട ആറ്റിങ്ങലിലാണ് ഈ മത്സര സ്വഭാവം കൈവരിക്കുന്നത് എന്നുകൂടി കാഴ്ചവെക്കണം. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആറ്റിങ്ങലിലുമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് CPM കോട്ടയിൽ ഇത്ര വലിയ മത്സരം അടൂർ പ്രകാശ് കാഴ്ചവെക്കുന്നത്. ഓരോ നിമിഷവും 2 സീറ്റിൽ ലീഡ് നേടാനുള്ള അവസരമായിരുന്നു. പക്ഷേ പിന്നീട് ജോയ് പിന്നോക്കം പോയി. അങ്ങനെ ഇപ്പോഴും 17-2-1 അല്ലേ? ഇപ്പോഴും ജോയ് 17-2-1. അതെ, 17-2-1. അതെ, ജോയ് പിന്നിലാണ്. പക്ഷെ ആറ്റിങ്ങലിൽ ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ജോയ് പിന്നിലാണ്, പക്ഷെ അല്പസമയം മുമ്പ് മുന്നിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ 17-2 BJP 1 LDF എന്ന രീതിയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഒരു മത്സരം ഉണ്ടായില്ല എന്നുള്ളത് വ്യക്തം. ആറ്റിങ്ങലിൽ BJP-യുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയത് ഒരുപക്ഷെ 3 സീറ്റ് എന്നൊക്കെ എക്സിറ്റ് പോൾ വന്നപ്പോൾ അതിൽ തൃശ്ശൂരും തിരുവനന്തപുരവും കഴിഞ്ഞതിനു ശേഷം പറയപ്പെട്ട പേര്, അങ്ങനെ ഒരു മത്സരം ആറ്റിങ്ങലിൽ ഉണ്ടായില്ല. ഉണ്ടായത് LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരം തന്നെയാണ് എന്നത് വ്യക്തം. തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP-ക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതെ, BJP-ക്ക് വലിയ തിരിച്ചടി അമേഠിയിൽ സംഭവിക്കുന്നു. സ്മൃതി ഇറാനി തോൽവിയിലേക്ക്. സ്മൃതി ഇറാനി ഉത്തർപ്രദേശിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യമാണല്ലോ മുന്നിൽ, NDA-യെക്കാളും. നേരത്തെ NDA ആയിരുന്നു മുന്നിൽ, ഇപ്പോൾ പിന്നിലായിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും. മാത്രമല്ല 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ വലിയ പാർട്ടിയായി ഇന്ത്യ സഖ്യത്തിൽ SP വരികയാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ്, DMK ഇവരൊക്കെ പ്രധാന കക്ഷികളായി വരുമ്പോൾ NDA-യിൽ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായിട്ട് JDU വരുന്നു, TDP വരുന്നു. 2 പേർക്കും 15 സീറ്റുകൾ വീതം. അങ്ങനെ BJP-ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതെ വരുന്ന ഈ സാഹചര്യത്തിൽ TDP-യും JDU-യും ഇവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഇവർ ഏത് പക്ഷത്തേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. ഇപ്പോൾ NDA-യിലാണ് എങ്കിൽ പോലും ഇല്ലേ രഞ്ജിത്ത്? UP-യിലും മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടിയാണ് NDA സഖ്യത്തിൽ നേരിടുന്നത്. UP-യിലും മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശിൽ 43 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നിലുള്ളത്. BJP കേവലം 36 സ്ഥലങ്ങളിൽ മാത്രമാണ്. കർണാടകയിൽ 16 സീറ്റുകളിൽ BJP മുന്നിലുള്ളപ്പോൾ കോൺഗ്രസ് 10 ഇടത്ത് മുന്നേറുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണ് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടം കൈവരുന്നത്. മധ്യപ്രദേശ് മാത്രമാണ് ഇപ്പോൾ BJP-ക്ക് ആശ്രയിക്കാനായി തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് പിന്നെയും കുറഞ്ഞിരിക്കുന്നു. 6618 അവസാനത്തേക്ക് വരുമ്പോൾ വീണ്ടും അവിടെയും ടൈറ്റ് ആയിട്ട് വരുന്ന ഒരു എപ്പോഴും അങ്ങനെയാണ്. രാജീവ് ചന്ദ്രശേഖർ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ സമയത്ത് മുന്നോട്ട് പോകണം, എന്നാലേ അവസാന സമയത്ത് ആ ഒരു തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും ചെറിയ ലീഡാണ്, ടൈറ്റ് ഫൈറ്റ് ആണ് തിരുവനന്തപുരത്ത്. അവസാന റൗണ്ട് വരെ ഇതുണ്ടാവും. 6618 ഏറ്റവും ഒടുവിൽ അതാണ്. UDF-ന് എറണാകുളത്തെ ലീഡ് 1 ലക്ഷം ആക്കിയിരിക്കുകയാണ്. ഹൈബിയുടെ ലീഡ് 1 ലക്ഷം കഴിഞ്ഞു. എറണാകുളത്ത് ഹൈബിയുടെ ലീഡ് 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഫലം മാറി മറിയുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശാണ് ഏറ്റവും കൂടുതൽ 1600 വോട്ടുകൾക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓരോ നിമിഷവും ക്രമാനുഗതമായി കാര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചിത്രം മൊത്തം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറ്റിങ്ങലാണ് ഇനി LDF-ഉമായി ബന്ധപ്പെട്ട UDF-ഉമായി ബന്ധപ്പെട്ട LDF 2ാം സീറ്റ് ആറ്റിങ്ങലായിരിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നില മാറി വരുന്നുണ്ട്. ഇപ്പോൾ 6000-ലേക്ക് 6500-ലേക്ക്. വടകരയിൽ 35,000 കടന്നു. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 35,000 കടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വടകരയിൽ 35,000 കടന്നു ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം. അവിടെ ഷാഫി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഷാഫി വടകരയിൽ വിജയം ഉറപ്പിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന വടകരയിലാണ് സൈത്ത് ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ ബൈ ഇലക്ഷൻ ഉറപ്പാണ്. രാഹുൽ ഗാന്ധി വയനാടിന്റെ ജനപ്രതിനിധിയാവുമോ?